ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ന് ഒപ്പുവയ്ക്കാൻ സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK സന്ദർശനം തുടരുന്നതിനിടെയാണ് വളരെ സുപ്രധാനമായ നിർണായകമായ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കുന്നത്. കാപ്പി, തേയില, ചെരുപ്പ്, സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നികുതി ഒഴിവാക്കാനാണ് ഇന്ത്യക്ക് UKയുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് ലഭിച്ചിരിക്കുന്നത്. വലിയ തോതിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്കും മറ്റ് ഈ നിർമ്മാണ മേഖലയ്ക്കുമൊക്കെ വലിയൊരു ഊർജം പകരുന്ന തീരുമാനമാണ്. കൂടുതൽ സാധനങ്ങൾ, വസ്തുക്കൾ, ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ഒരു വഴി ഒരുങ്ങുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇരു രാജ്യങ്ങൾക്കും വാണിജ്യ തലത്തിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കരാർ തന്നെയാണ് ഒപ്പുവയ്ക്കാൻ പോകുന്നത്. ഇന്ത്യ UK വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഈ സുപ്രധാന കരാറിൽ ഒപ്പുവയ്ക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തേയില അടക്കം, കാപ്പി അടക്കമുള്ള കാർഷിക മേഖല ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഒഴിവാക്കുന്നു. ചെരുപ്പ്, ഒപ്പം തന്നെ സോഫ്റ്റ്വെയർ. നമുക്കറിയാം ഇന്ത്യ IT മേഖലയിൽ എത്രത്തോളം പ്രബലമായ ഒരു ശക്തിയാണ്. അതിൻ്റെ സാധ്യതകൾ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങുന്നു. ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ അടക്കം നികുതി ഒഴിവാക്കുന്നതാണ് ഇന്ത്യക്ക് വലിയ തോതിൽ ഗുണം ചെയ്യുക. അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അനൂപ്, ഏതൊക്കെ മേഖലയ്ക്ക് ഗുണകരമായി മാറും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ? ഇന്ന് ഒപ്പുവയ്ക്കുന്നതോടുകൂടി എത്രയും വേഗത്തിൽ അത് നടപ്പിലാവുകയും ചെയ്യും. എങ്ങനെയാണ് രാജ്യം, നമ്മുടെ സാമ്പത്തിക രംഗം ഈ ഒരു കരാറിനെ കാണുന്നത്? 2021 മുതൽ തുടങ്ങിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യയും UKയും തമ്മിൽ ഇങ്ങനെ ഒരു കരാറിലേക്ക് എത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK സന്ദർശനം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് ഈ കരാറിൽ ഒപ്പുവെക്കാൻ പോവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ കാപ്പി, തേയില കർഷകർ, ഒപ്പം തന്നെ ചെരുപ്പ് നിർമ്മാതാക്കൾ, അതിൻ്റെ കൂടെ തന്നെ സോഫ്റ്റ്വെയർ നിർമ്മാതാക്കൾ, ഒപ്പം കാർ നിർമ്മാണ രംഗത്തെ ആളുകൾ എന്നിവർക്കൊക്കെ ഗുണമുണ്ടാകുന്ന ഒരു തീരുമാനമാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്. അതേസമയം UKയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ മദ്യം ഇപ്പോൾ നിലവിൽ 145% നികുതിയാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന വിസ്കിക്ക് ഉൾപ്പെടെ അവിടെ നിന്ന് വരുന്ന മദ്യത്തിന് ചുമത്തുന്നത്. അത് ആദ്യഘട്ടത്തിൽ 75%, പിന്നീട് അത് 40% നികുതി കുറയും. ഒപ്പം തന്നെ UK നിർമ്മിക്കുന്ന കാറുകൾക്ക് നിലവിൽ 100% നികുതിയാണ് ഇന്ത്യ ഈടാക്കുന്നത്. അത് 10% കുറയും. ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ബിസ്ക്കറ്റുകൾ, മറ്റ് കോസ്മെറ്റിക് ഐറ്റംസ് എന്നിവയൊക്കെ തന്നെ വില കുറഞ്ഞാണ് ഇന്ത്യയിൽ ലഭ്യമാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഇറക്കുമതി കൂടുതലായിട്ടുണ്ടാവുമ്പോൾ ഇന്ത്യയിലെ നിർമ്മാതാക്കൾക്ക് തിരിച്ചടിയേൽക്കും. അതേസമയം തന്നെ ഇന്ത്യയിലെ തേയില, കാപ്പി കർഷകർ, ഒപ്പം തന്നെ മറ്റ് വ്യവസായ മേഖലയിലെ ആളുകളൊക്കെ തന്നെ, അതേപോലെ ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് നേട്ടമുണ്ടാകുന്ന ഒരു തീരുമാനമാണ്. എന്തായാലും 2021 മെയ് മാസത്തിൽ തുടങ്ങിയ ചർച്ച ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ജനുവരി മാസം മുതൽ മെയ് മാസം വരെ തുടർച്ചയായി നടത്തിയ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്.